ടൂറിസ്റ്റുകാർ വന്നത് ഗൾഫാ. ചെറുക്കന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ ഈ മാസം തന്നെ കല്യാണം നടത്തുമെന്നാ കേട്ടത്. കൂട്ടടോ മറന്നുകളാ, പോയ 10 പകരം തനിക്ക് 15 പവൻ ഇനിയും ഉണ്ടാക്കിക്കൂടെ? അതല്ല വെളിച്ചപ്പാടെ, നിങ്ങൾ നോക്കിക്കോ, എത്തി എത്തി അങ്ങ് എത്തുമ്പോ അവസാനം തട്ടാനൊരു തട്ട് തട്ടും. ഇനി തട്ടാനും മുട്ടാനും ഒന്നും നിൽക്കണ്ട ഭാസ്കര, അബദ്ധമാവും. നിന്റെ വഴി അല്പം വളഞ്ഞുപോയി. നീ കാണിച്ച് വിവരക്കേട് കാണിച്ചാൽ ഏത് വെണ്ണം പറ്റിക്കും. മൂപ്പരെ ഇങ്ങോട്ടൊന്ന് വിളിക്കുക, അവരെന്തെങ്കിലും കാര്യമായിട്ട് സംസാരിക്കട്ടെ. ഇപ്പോഴത്തെ കാലമല്ലേ. വിളിക്കാം. ഇതൊക്കെ ഓരോ യോഗാണെന്ന് കരുതിയാ മതി. വരുന്നു കേട്ടോ. നീ അവിടെ നിൽക്ക്, ഞങ്ങളൊരു കാര്യം പറയട്ടെ. വിളിച്ചു. കല്യാണം കഴിഞ്ഞ പവിത്രൻ അവളെ ദുബായിക്ക് കൊണ്ടുപോകില്ലേ? ദുബായ് അല്ല, ഖത്തർ. അവിടെ സ്വന്തം വീട് കെട്ടിക്കൊടുത്തിരിക്കല്ലേ അറബി. എനിക്ക് ആകെ ഒരു മോളാ. അവള് പൂന്നറിയുമ്പോ ഇത്തിരി വിഷമുണ്ട്. എന്നാലും പോയിക്കോട്ടെ. ഈ നാടും ഇവിടുത്തെ ചില നാട്ടുകാരും അത്ര ശരിയല്ല, അതല്ലേ പറയണ്ടു. ഉള്ള പണം കൊണ്ട് ഞാൻ അവൾക്കൊരു മാല ഉണ്ടാക്കി കൊടുത്തു. അതിന് വരെ ഇവിടെ കണ്ണുകടിയാ. അല്ല, ഈ പവിത്രന് അച്ഛനും അമ്മയൊന്നും ഇല്ലേ? അവന്റെ 17ാമത്തെ വയസ്സില് ഒരു തോണി മറിഞ്ഞ് അവരൊക്കെ മരിക്കാനുണ്ടായത്. അതേതായാലും നന്നായി. ലതയെ കാണാനാ ഞാൻ വന്നത്. കണ്ടു, ചായ കുടിച്ചു. ചായ നന്നായിട്ടുണ്ട്. അത് അമ്മ ഇട്ടത്. ഇത് കുടിച്ചപ്പോഴേ തോന്നി അവൾക്കും ആ കൈപ്പുണ്യം കാണുമല്ലോ. എനിക്ക് സ്വന്തം എന്ന് പറയാൻ പോലും ആരുമില്ല. വലിയ പേരെടുത്ത് മരിച്ച ഒരു ജോത്സ്യനാണ് എൻ്റെ അച്ഛൻ. ലത കേട്ട് കാണും, ഒല്ലൂർ രാഘവപ്പണിക്കർ. ലതയെ പോലൊരു പെണ്ണിനെ എനിക്ക് കിട്ടുമെന്ന് അച്ഛൻ രാശി വെച്ച് പറഞ്ഞ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പൊ തന്നെ എൻ്റെ കൂടെ വരുന്നോ അതോ കുറച്ച് ദിവസം കാക്കുന്നോ? ഏട്ടനെ ഞാൻ അമ്പലത്തിലൊക്കെ തിരക്കി. എന്തിനാ ഇവിടെ ഒറ്റയ്ക്ക് വന്ന് നിൽക്കണേ? ആ കല്യാണം നടന്നു എന്ന് വെച്ച് ഏട്ട ഇനി അബദ്ധമൊന്നും കാണിച്ചേക്കരുത്. എനിക്ക് ഈ മൂക്കുത്തിയോട് വല്ലാത്ത സ്നേഹം തോന്നുന്നു. സത്യം പറഞ്ഞാ ഇവിടെ ഒന്നും വേണ്ടതാ. പക്ഷെ മൂക്ക് കുത്തിത്തരാൻ എൻ്റെ സ്വർണത്തിന്റെ സൂചിയൊന്നുമില്ല. സ്വർണത്തിന്റെ സൂചി കിട്ടാനേ തട്ടാനെ കെട്ടണം. ഞാൻ വെറും ഒരു പണിക്കരാ. ഇതെന്താ ഈ വാളും പരിചയ കഴുത്തെ തൂക്കിയിരിക്കുന്നത്? എന്റെ നെഞ്ചു പോയി. നിന്റെ കഴുത്ത് വേദനയാവുന്നില്ലേ? നിന്റെ വെയിറ്റ് കണ്ടില്ലേ? ഇത് എത്ര പോനാ? 10. 10? അച്ഛൻ തന്നതാ. അച്ഛന് മോളോട് വലിയ സ്നേഹമാണല്ലോ. പിന്നെ കല്യാണം കഴിഞ്ഞെന്ന് വെച്ച് ആ സ്നേഹത്തിന് കുറവൊന്നും വരുത്തണ്ട. വേണ്ടതൊക്കെ അച്ഛനോട് ഇനിയും ചോദിച്ചു വാങ്ങിച്ചോളൂ. തൽക്കാലം ഇതൊക്കെ ഒന്ന് അഴിച്ചു വെക്കേ. എനിക്ക് ഈ സാധനം ദേഹത്ത് തൊടുന്ന ഇഷ്ടമല്ല. സ്വർണ്ണ ഇഷ്ടമല്ല? അത് ചീത്തയാ. എന്നാലും ഇത് ഞാൻ അഴിച്ചു വെക്കില്ല. അവള് ചെയ്തത് എന്തായാലും തെറ്റാ. അതും ഭാസ്കരനോട്. ഒന്നാലോചിച്ചാ എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല.
10 പവൻ ഒരുക്കി പണിത് കൊടുക്കാൻ ഭാസ്കരന് അവളെ മാത്രമേ കിട്ടിയുള്ളൂ. വേറെ എത്ര പെണ്ണുങ്ങളുണ്ട് ഈ നാട്ടില്? 10 മാറ്റുള്ള പെണ്ണ അവള്. അതുകൊണ്ടാ ഭാസ്കരൻ അവളെ സ്നേഹിച്ചതും സ്വർണം കൊണ്ട് മൂടിയതുമല്ല. എന്നിട്ട് ആ ഒറ്റ കാരണം കൊണ്ട് അവൾ എന്നെ കൊണ്ട് ഇന്ന് ചാരായം കുടിപ്പിച്ചു. എഴുന്നേക്ക്. എന്നെ പിടിക്കണ്ട വെളിച്ചപ്പാടെ, ഞാൻ വീഴൂല. എന്റെ മനസ്സിന്റെ സങ്കടം സഹിക്കാൻ പറ്റാത്തോണ്ടാ ഞാനിന്ന് കുടിച്ചത്. എന്റെ ഭഗവതി, ഒരു പെണ്ണ് ചതിച്ചു എന്ന് വെച്ച് ചാരായം കുടിക്കേണ്ട ഗതികേട് വരുന്ന കഷ്ടമല്ലേ ഭാസ്കര? നീ തോറ്റു കൊടുക്കാൻ പാടുണ്ടോ? പോയ 10 പവന്റെ പിന്നാലെ നിന്റെ ജീവിതവും പോവില്ലേ? പോയാ പോട്ടെന്റെ വെളിച്ചപ്പാടെ. ഇന്ന് എന്റെ മധുവിധുവാ. മധു എന്ന് പറഞ്ഞ ചാരായം, വിധു എന്ന് പറഞ്ഞ രാത്രി. അതായത് ചാരായ രാത്രി. നിന്നെ മലയാളം പഠിപ്പിച്ച മാഷ എനിക്കൊന്ന് കാണണം. എടാ ഭാസ്കര, എടാ പണിക്കരെ, കള്ളപ്പണിക്കരെ, ചെറ്റ പണിക്കരെ, പോകാം. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ. ഭാസ്കര, എടാ ഭാസ്കരനെ തനിക്ക് ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ലടാ. എടാ ഇറങ്ങി വാടാ. എന്നെ പിടി. ഏട്ടാ വിഷമിക്കാനൊന്നുമില്ല. മോള് 2 തൊട്ടി വെള്ളം കോരി തലയിൽ ഒഴിച്ചു കൊടുക്ക്. ആദ്യമായിട്ട് കുടിച്ചതിന്റെയാ. ഏട്ടൻ വാ. എന്തിനാ എന്നെ മഴയെ തിരുത്തിയിരിക്കുന്നത്? എന്റെ മോന് ആ ദുഷ്ടത്തി കൈവശം കൊടുത്തതാ. ഏട്ടൻ കിടന്നു. പോയത് പോട്ടടാ, നീ ഇനി കുടിക്കരുത്. മോൻ എത്രയാ കുടിച്ചത്? 500 മില്ലി വേണമെന്ന് വെച്ചിട്ടല്ലച്ച. അമ്മ അറിയാതെ ഒരു 200 എനിക്കും വാങ്ങിത്തരായിരുന്നു. അത് നീ ചെയ്തില്ല. എടുത്തോളി. വായിച്ചോര് വായിക്കാത്തവർക്ക് കൊടുക്കണം. ആ എത്രയും പ്രിയപ്പെട്ട മാധവൻ നായർ, നമ്മുടെ ഈ അതിമനോഹരമായ ഗ്രാമത്തിൽ ഒരു മഹാസംഭവം നടക്കാൻ പോകുന്നു. എന്താ? നമ്മുടെ തട്ടാൻ ഭാസ്കരൻ ഒരു ഉഗ്രൻ സ്വർണ്ണപ്പീടിക തുറക്കാൻ പോകുന്നു. വളകൾ, മാലകൾ, കമ്മലുകൾ എന്നിവ അതിമനോഹരമായി പണിയുന്നതിന് സമീപിക്കുക തട്ടാൻ ഭാസ്കരൻ ആൻഡ് സൺസ് സ്വർണ്ണക്കനി. ആൻ സൺസോ? കല്യാണം കഴിക്കാത്ത ഭാസ്കരനെ എവിടുന്ന ആൻ സൺസ്? അത് ഹാജിയാർ സ്റ്റൈലിന് വേണ്ടിട്ടതാ. അപ്പൊ ഈ സ്വർണ്ണ ഖനിന്ന് പറഞ്ഞ കുളിച്ചെടുക്കണ്ടോ? അതും ഹാജിയാരുടെ വകയാ. സുഹൃത്തുക്കളെ, ഈ ഗ്രാമത്തിൽ ജനങ്ങളുടെ ഒരു അഭിലാഷം ഇതാ പൂവണിയാൻ പോകുന്നു. ടീച്ചറെ, ഉദ്ഘാടനം തട്ടാൻ ഭാസ്കരൻ ആൻഡ് സൺസ് സ്വർണ്ണക്കനി. അമ്മമാരെ, സഹോദരിമാരെ, എല്ലാവരും സമ്മേളിക്കുക. മോളെ അലാറടിച്ചു. അച്ഛന് പോയി കഷായം എടുത്ത് കൊടുക്കും. അച്ഛാ 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 അച്ഛാ, അമ്മേ, അച്ഛൻ വിളിച്ചിട്ട് മിണ്ടണില്ല. അയ്യോ മരിക്കുക ജീവിക്കുക എന്ത് പണി ആയിക്കോട്ടെ, ഇനി എന്നെ പറ്റിക്കാൻ പറ്റില്ല. ആകെ 2 ആടേ ഉള്ളൂ. നടക്ക് നടക്ക്.
ഉം. 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 തെയ്യും തത്ത തെയ്യും താഹ 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 തെയ്യും തെയ്യും താഹ ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല, ദൈവം എന്നെ ശിക്ഷിക്കില്ല. തെയ്യും പായേരം പറയാണ്ട് പറിച്ചിട്ടൂറ വയ്ക്കാരാ. ഇന്നല്ലെങ്കിൽ എല്ലാത്തിനും പുകച്ചു പുറത്തിയായിരിക്കും ഞാൻ. ഒരു ഡാൻസ്. കുട്ടികളെ, ഞാൻ പറയുന്നൊന്ന് കേൾക്കുക. ഇത് അനീതിയാണ്, അധർമ്മമാണ്. തലയ്ക്ക് മുകളിൽ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നത് പാവപ്പെട്ട ഒരു കുട്ടിയാണ്, അതും പെൺകുട്ടി. അവളുടെ മുമ്പിൽ നീണ്ടു നിവർന്നു കിടക്കുന്നത് വലിയൊരു ജീവിതമാണ്. നീണ്ടു കിടക്കല്ലേ? അങ്ങനെ നീണ്ടു നിവർന്ന ഒരു വഴി കൂടിയാണ് എന്റെ പശു എന്ന് ഓടിപ്പോയത്. എനിക്ക് ആരോട് സ്നേഹമില്ല. സത്യത്തിനും ധർമ്മത്തിനും ഈ ചായക്കടയിൽ യാതൊരു സ്ഥാനമില്ലെന്നുള്ളത് ഇന്ന് എനിക്ക് മനസ്സിലായി. ശരിയാണ്, ഇവിടെ കുറ്റനും പരിപ്പെടുക്കും തന്നെ സ്ഥാനമുള്ളൂ. കൃഷ്ണ ഗുരുവായൂരപ്പ, ഈ കൂട്ടത്തിൽ ഞാനില്ലെന്ന് മാത്രം നീ മനസ്സിലാക്കുക. മയത്തിൽ വീഴ്ച മതിയിടും. ഇതിലെങ്കിലും ടീച്ചർ ഒന്ന് നാട് വിട്ടിട്ടിരിക്കുകയാണെങ്കിൽ എന്റെ വക മമ്പറം പള്ളിക്കൽക്ക് ഒരു നേർച്ച ഉണ്ട്. ടീച്ചർക്ക് വേണ്ടി വാദിച്ച സത്യസന്ധനായ ഒരേ ഒരു നാട്ടുപ്രമാണിയാണ് ഞാൻ. ആ എന്റെ തലയിലും തീർത്ഥം തളിച്ച അത്ര ശരിയായില്ല. സോറി. വളരെ കഷ്ടപ്പെട്ടിട്ടാ ഞാനിവിടെ ഡാൻസ് ക്ലാസ് തുടങ്ങിയത്. ജീവിക്കാൻ ഇതേ ഒരു മാർഗമുള്ളൂ. എനിക്ക് ആ കെട്ടിടം ഒന്ന് നന്നാക്കി തരണം. അല്ലോ, ചെലവിന്റെ കാര്യം മാത്രം പറയല്ലേ ടീച്ചറെ. മനസ്സറിഞ്ഞൊന്ന് ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല. കുട്ടികൾ ചോട് വെക്കുമ്പോഴേക്കും ആ അവക്കർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും. ഓ പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഞമ്മക്കറിയാം. മയ്യത്താകാത്ത മനുഷ്യൻ മയ്യത്തായി എന്ന് പറഞ്ഞുണ്ടാക്കിയവനാണ് ഓൻ. ഓനെ ഞമ്മക്ക് അവിടുന്ന് പോയിപ്പിക്കാം. എന്താ? അത് വേണ്ട. ആളൊരു സാധുവാ. അത് ശരി. അപ്പൊ ടീച്ചർ ഓന്റെ ഭാഗത്താണല്ലേ? എന്തേ ഇടയ്ക്കിടയ്ക്ക് വല്ല ഉയർന്നൂടെ വരുമ്പോടെ ഓശാരം തരാറുണ്ടാ? അത് നമ്മുടെ ബീവി കൽമേയ്ക്ക് നമ്മളെ അകത്തോട്ട് വിളിക്കാനുള്ള ഒരു കാളിങ് ബെല്ലാണ്. പുറത്ത് ആര് വന്നാലും ഓള് പുറത്തോട്ട് വരില്ല. അത്രയ്ക്ക് നാണമാണ്. ഏതാ ടീച്ചർ? അത് തറവാട്ടി പറഞ്ഞ ഒരു ടീച്ചറാടി. ഈ കരുതും പോലെ ഒന്നും അല്ല. ഞമ്മക്ക് നിങ്ങളെ ഉള്ളൂ. നിങ്ങളെ വേറൊരു പെണ്ണ് കാണണത് ഞമ്മക്ക് സഹിക്കൂല. കളിയും ചിരിയും പറഞ്ഞ് നിങ്ങൾ ആരുടെയെങ്കിലും കൂടെ ഇറങ്ങിപ്പോയാ ഞാനിതാ ഈ ഉത്തരത്തിൽ തൂങ്ങും. ഹലോ, എന്താ പൊന്നെ ചതിക്കല്ലേ? ഭാഗീരഥി, എന്തേ ഇത്ര പെട്ടെന്ന് ഇങ്ങ് വന്നോ? പെട്ടെന്ന് ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയേക്കാം. ഓ, ചാത്തുക്കുട്ടിയുടെ പ്രശ്നം വെക്കാൻ പോയപ്പോ ഞാൻ സ്നേഹലതയുടെ അവിടെ ഒന്ന് കേറി. എന്നിട്ട് എന്താ? എന്നിട്ട് അവിടെ ചെന്നപ്പോ അവള് പറഞ്ഞു ഒരു ആ തോർത്ത് നിർത്തേ. എന്നിട്ട് എന്താ സ്നേഹലത പറഞ്ഞത്? പിടിച്ചേ. ഏതായാലും അതിലെ പോകാൻ തോന്നിയത് നന്നായി. അപ്പോ എന്താ പറഞ്ഞത്? അപ്പോ അവള് പറയാനേ അടുത്ത എന്താ പറഞ്ഞത്? അത് തന്നെയാ പറഞ്ഞത്. സ്നേഹലത പറഞ്ഞത് എന്താന്ന് എനിക്ക് ഇപ്പൊ അറിയണം. എടീ, നമ്മുടെ പവിത്രം ഗൾഫീന്ന് വരുന്നു. മോളെ സ്നേഹലതേ, ദേ പവിത്രം വന്നു.
മോളെ ദാ വരുന്നടി. ഇന്നലെ വരുമെന്ന് അറിഞ്ഞപ്പോ തൊട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കുകയായിരുന്നു. എല്ലാ വണ്ടിയിലും നോക്കി. നീ എന്താ മോനെ അങ്ങ് കോലം കെട്ടു പോയല്ലോ. ഏതായാലും വന്നല്ലോ, മനസമാധാനായി. മനസ്സമാധാനായ സ്ഥിതിക്ക് ഇനി ഒരു കാര്യം കൂടി പറയാം. അപ്പൊ കുറെ കൂടി സന്തോഷാവും. ഞാൻ ഇനി തിരിച്ചു പോകുന്നില്ല. തമാശയല്ല, എനിക്ക് അവിടെ ചെറിയൊരു പ്രശ്നമുണ്ടായി. എന്റെ വിസ റദ്ദ് ചെയ്തു. ഞാനവിടെ 2 മാസം ജയിലിലുമായിരുന്നു. ഈ പെട്ടിയങ്ങ് അകത്തോണ്ട് വെക്കാം, ഇല്ലെങ്കിൽ ആരെങ്കിലും കണ്ടാ വല്ലതൊക്കെ ചോദിച്ചോണ്ട് വരും. അതിനകത്തൊന്നുമില്ല, എന്റെ കുറെ മുഷിഞ്ഞ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. നീ കുറച്ച് വെള്ളം ചൂടാക്കി കുടിച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പൊ ഇവൻ ഖത്തറിലേക്കാന്നും പറഞ്ഞിട്ട് പോയത് നേരെ ജയിലിലേക്കാ?